നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തൊടുപുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിന്റെയും വിജിലൻസ് റേഞ്ച് ഓഫീസ് മന്ദിരത്തിന്റെയും ക്വാർട്ടേഴ്സുകളുടെയും ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിന് വേണ്ടി ടാറ്റ ടീ കമ്പനി അനുവദിച്ച സ്ഥലം KCIക്ക് കൈമാറാനുള്ള കായിക വകുപ്പിന്റെ നീക്കം തടയുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്. ഇടുക്കി ജില്ലയിലെ റോഡുകൾ മികച്ച നിലവാരമുള്ളവയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളയാങ്കുടി കക്കാട്ടുകട റോഡ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി. തൊടുപുഴയിൽ നടന്ന വാർഷിക പൊതുയോഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തൊടുപുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിന്റെയും വിജിലൻസ് റേഞ്ച് ഓഫീസ് മന്ദിരത്തിന്റെയും ക്വാർട്ടേഴ്സുകളുടെയും ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ നഗരവനത്തിന് സമീപം നടന്ന യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തൊടുപുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിന്റെയും വിജിലൻസ് റേഞ്ച് ഓഫീസ് മന്ദിരത്തിന്റെയും ക്വാർട്ടേഴ്സുകളുടെയും ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഘൂകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിൽ നബാർഡ്, RKVY, ഇടുക്കി പാക്കേജ് എന്നീ സ്കീമുകളിലായി വിവിധ പദ്ധതികളും നടപ്പിലാക്കി വരികയാണ്. മൂന്നാർ, മറയൂർ, മാങ്കുളം ഡിവിഷനുകളിൽ യഥാക്രമം 137 ലക്ഷം രൂപ ചെലവിൽ 11.50 കിലോമീറ്റർ ദൂരത്തിലും 376 ലക്ഷം രൂപ ചെലവിൽ 32 കിലോമീറ്റർ ദൂരത്തിലും 17 ലക്ഷം രൂപ ചെലവിൽ 1.50 കിലോമീറ്റർ ദൂരത്തിലും സൗരോർജ തൂക്കുവേലികൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ മൂന്നാർ ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിലായി മറ്റ് 12 കിലോമീറ്റർ തൂക്ക് വേലികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇടുക്കി പാക്കേജിലും തത്തുല്യമായ വിവിധങ്ങളായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മൂന്നാർ ഡിവിഷനിൽ സ്ഥിരം റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കുകയും ടീമിൻ്റെ പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിനായി ഹെഡ്ക്വാർട്ടേഴ്സായ ദേവികുളത്ത് തന്നെ RRT വെറ്റിനറി യൂണിറ്റും മറ്റ് സൗകര്യങ്ങളും സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അടങ്ങുന്ന കെട്ടിടങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ഈ ഇനത്തിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങളിലൊന്നാണ്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ നഗരവനത്തിന് സമീപം നടന്ന യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം CF IND, എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി സെൻട്രൽ റീജിയൻ CF PK ജയകുമാർ ശർമ്മ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷർ, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇന്റലിജൻസ് ജോർജി P മാത്തച്ചൻ, കോതമംഗലം ഡിവിഷൻ DFO KR സൂരജ് ബെൻ, കോതമംഗലം ഫോറസ്റ്റ് വിജിലൻസ് ഡിവിഷൻ DFO മണി S, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മാർട്ടിൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി തോമസ് കാവാലം, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ BV സലീം, ഷീജ നൌഷാദ്, അനീഷ് ബാലൻ, സോഷ്യൽ ഫോറസ്ട്രി ഇടുക്കി ഡിവിഷൻ ACF PK വിപിൻ ദാസ്, നബാർഡ് ജില്ലാ ഓഫീസർ അരുൺ MS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിന് വേണ്ടി ടാറ്റ ടീ കമ്പനി അനുവദിച്ച 15 ഏക്കർ സ്ഥലം KCIക്ക് കൈമാറാനുള്ള കായിക വകുപ്പിന്റെ നീക്കം തടയുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ സ്കൂളുകളിലെ കായിക അധ്യാപകരുടെ ഒഴിവ് നികത്തുവാനും ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഓപ്പൺ ജിംനേഷ്യം നിർമ്മിക്കുവാനും തീരുമാനമെടുത്തതായും അദ്ദേഹം അറിയിച്ചു.
മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്ററിന് വേണ്ടി ടാറ്റ ടീ കമ്പനി അനുവദിച്ച 15 ഏക്കർ സ്ഥലം KCAക്ക് കൈമാറാനുള്ള കായിക വകുപ്പിന്റെ നീക്കം തടയുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ സമഗ്ര കായിക വികസനം ലക്ഷ്യമാക്കി മൂന്നാറിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി 40 വർഷങ്ങൾക്ക് മുൻപ് 99 വർഷത്തേക്ക് കേരള സ്പോർട്സ് കൗൺസിലിന് ലീസിന് നൽകി ഇന്ന് 300 കോടി രൂപയ്ക്ക് മേൽ മതിവലിപ്പുള്ള 15 ഏക്കർ ഭൂമി വൻതുക പ്രതിഫലം പറ്റി സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദത്തോടെ കായിക വകുപ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൈമാറുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇടുക്കിയുടെയോ കേരളത്തിന്റെയോ മാത്രമല്ല ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി ടാറ്റ ടീ കമ്പനിയിൽ നിന്നും ആർജിച്ച ഭൂമി യാതൊരു കാരണവശാലും വിൽക്കുന്നതിൽ ഇന്നത്തെ കായിക വകുപ്പിനെയോ സർക്കാരിനെയോ ഒരു കാരണവശാലും അനുവദിക്കുകയില്ലെന്നും കൈമാറ്റ നടപടികളുമായി മുന്നോട്ടു പോകുന്ന പക്ഷം ശക്തമായ സമരപരിപാടികളുമായി കേരള കായിക മേഖല മുന്നോട്ടു പോകുമെന്നും മനോജ് കോക്കാട്ട് അറിയിച്ചു. മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെൻറ്റർ എന്നുള്ള ഉദ്ദേശത്തെ മുൻനിർത്തി ടാറ്റ ടീയും ഗവൺമെൻറ്റുമായി കളക്ടറുമായി ചർച്ച ചെയ്ത് 40 വർഷങ്ങൾക്ക് മുമ്പ് 1986 ലഭ്യമായ 15 ഏക്കർ പൊന്നും വിലയുള്ള ഭൂമി ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നു സ്പോർട്സ് മന്ത്രാലയം ഗവൺമെൻറ്റിൻ്റെ മൗനാനുവാദത്തോടുകൂടി കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൈമാറുന്നതിനുള്ള ഗൂഢ നീക്കം നടക്കുന്നതായി അറിയുവാൻ കഴിഞ്ഞു. ഇതിന് പിന്നിലെ വലിയ അഴിമതി ഉണ്ട് എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ഞാൻ ആരോപിക്കുകയാണ്. മുമ്പ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സ്പോർട്സ് പ്രേമികൾ അടങ്ങുന്നവർ നിരവധി കേന്ദ്രങ്ങളിൽ ഇതിൽ അന്തർലീനമായിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചു വിശിഷ്യ ഇതിൻ്റെ അനന്ത സാധ്യതകളെ സംബന്ധിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ക്രയവിക്രയം നടക്കാതിരിക്കുകയും അതിനുശേഷമാണ് ഈ ഗവൺമെൻറ് താഴെ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ജില്ലയിലെയും സംസ്ഥാനത്തെയും സ്പോർട്സ് പ്രേമികളുടെ സ്വപ്നത്തെ തകർക്കുന്ന ഈ ഒരു ഡീല് വരും ആഴ്ചകളിൽ നടക്കുവാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏകദേശം നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോലെ സെന്റിന് 25 ലക്ഷം രൂപ വരെ വിലയുള്ള കണ്ണായ ഒരു ഭൂമിയാണ് ഇത്തരത്തിൽ മാറ്റപ്പെടുവാൻ പോകുന്നത്. 15 ഏക്കർ ആയി ഇതിനെ ഗുണിതം ചെയ്താൽ ലഭിക്കുന്ന തുക കാൽക്കുലേറ്ററിൻ്റെ ഫ്രണ്ട് റോയിൽ വിസിബിൾ ആവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കണക്ക് നിൽക്കുന്നത്. സ്വാഭാവികമായും ഒരു വ്യവസ്ഥ ചെയ്ത് ആ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് അന്നത്തെ ബ്രോഡ് മൈൻഡായിട്ടിരുന്ന കണ്ണൻദേവൻ്റെ മാനേജർ അടങ്ങുന്ന മാനേജ്മെൻറ്റ് ടീമാണ് ഈ ജില്ലയിലെ കായിക രംഗത്തെ സമഗ്ര വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധിയായ ഡയലോഗും കുറിപ്പുകളുടെയും ഓഫീസ് ഓട്ടോമേഷൻ്റെയും പശ്ചാത്തലത്തിൽ നൽകപ്പെട്ട ഈ ഭൂമി ഇത് സബ്ലീസ് ചെയ്യുവാൻ പ്രൊഫഷനുള്ളതല്ല. പർപ്പസ് വയലേഷൻ എന്നുള്ള ഒരു പൊസിഷൻ ഇതിനകത്ത് നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും ഈ പർപ്പസ് വയലേഷന് കേരള ഗവൺമെൻറ് കൂട്ടുനിൽക്കുകയാണ്. സ്പോർട്സ് മേഖല ഒരു കച്ചവടവൽക്കരണത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കേരളത്തിലെ കായിക മേഖലയെ ആകെ തകർത്ത് തരിപ്പണമാക്കി. സ്പോർട്സിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാരും കായിക വകുപ്പ് മന്ത്രിയും ചേർന്ന് വിവിധ കായിക ഇനങ്ങളിൽ ഒന്നാം നിരയിലുണ്ടായിരുന്ന കളിസ്ഥലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി
സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നതായും അറിയുവാൻ കഴിഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ലോങ് ജമ്പ് പിച്ചുകളോ സ്റ്റേഡിയങ്ങളോ കുട്ടികൾക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെ വരികയും നിർമ്മാണ ചെലവിനത്തിൽ ഭീമമായ തുക ഈടാക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്കൂളുകളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കായികാധ്യാപകരുടെ ഒഴിവ് നികത്താത്തത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് ജില്ലാ പഞ്ചായത്ത് താൽക്കാലിക കായികാധ്യാപകരെ നിയമിക്കുവാനും ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിനായി ഓപ്പൺ ജിംനേഷ്യം നിർമ്മിക്കുവാനും ബജറ്റിന് തീരുമാനമെടുത്തതായും മനോജ് കോക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ റോഡുകൾ മികച്ച നിലവാരമുള്ളവയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളയാങ്കുടി കക്കാട്ടുകട റോഡ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റോഡിന് തുക അനുവദിച്ചത്. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിലെ റോഡുകൾ മികച്ച നിലവാരമുള്ളവയാക്കി മാറ്റിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളയാംകുടി കക്കാട്ടുകട റോഡ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവാരമുള്ള റോഡുകളുടെ കാര്യത്തിൽ ഇടുക്കി ഒരു കാലത്ത് പിന്നിലായിരുന്നുവെങ്കിലും ഇന്ന് സ്ഥിതി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെള്ളയാംകുടി കക്കാട്ടുകട റോഡും BMBC നിലവാരമുള്ള ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അടിസ്ഥാനപരമായ മാറ്റങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഗതാഗത രംഗത്തും റോഡ് നവീകരണ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അക്കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ആർജിക്കാൻ കഴിയുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. പലപ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം, 10-15 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മൾ കോതമംഗലത്തേക്കോ മൂവാറ്റുപുഴയിലോ തൊടുപുഴയ്ക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന നിലവാരമുള്ള റോഡുകളുടെ കുറവ് ഇടുക്കിയിൽ അനുഭവപ്പെട്ടു. കക്കാട്ടുകട നത്തുകല്ല് റോഡിന്റെ ഭാഗമായ വെള്ളയാംകുടി മുതൽ കക്കാട്ടുകട വരെയുള്ള റോഡിന്റെ നിർമ്മാണോദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ചെറുതോണി കട്ടപ്പന റോഡും മലയോര ഹൈവേയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കക്കാട്ടുകട ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് BMBC ഗുണനിലവാരത്തിൽ ടാർ ചെയ്യുന്നതോടെ യാത്രക്കാർക്ക് കട്ടപ്പനയിൽ എത്താതെ തന്നെ യാത്ര ചെയ്യുന്നതിനുള്ള പുതിയ ബൈപ്പാസായി മാറും. 6 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ റോഡിനായി അനുവദിച്ചത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റോഡിന് തുക അനുവദിച്ചത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കട്ടപ്പന മാനാന്തരം ഭജനമഠം റോഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ ഷാജി കൂത്തോടി, VR സജി, KP സുമോദ്, PR രമേശ്, ബിന്ദുലത രാജു, CR മുരളി, TGM രാജു, സുനിജ ശശിധരൻ, സോഫി ബേബി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ VR ശശി, മനോജ് M തോമസ്, ഷാജി പാലത്തിനാൽ, ജോജോ കൂടക്കച്ചിറ, രതീഷ് വരകുമല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി. തൊടുപുഴയിൽ നടന്ന വാർഷിക പൊതുയോഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രീത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ജ്യോതി ലക്ഷ്മി ക്ലാസ് നയിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. തൊടുപുഴയിൽ നടന്ന വാർഷിക പൊതുയോഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ സംരംഭകരായി മാറണമെന്നും അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിനാൻസ് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ കേരള സർക്കിളിൽ ഏറ്റവും കൂടുതൽ SHG ഫിനാൻസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ തൊടുപുഴ റീജിയനാണ്. ഇടുക്കി ജില്ല ഉൾപ്പെടുന്ന തൊടുപുഴ റീജിയനാണ് ഏറ്റവും കൂടുതൽ ഫിനാൻസ് നൽകിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് സംരംഭങ്ങളിൽ കൂടുതൽ വായ്പകൾ നൽകാൻ എന്നുള്ളത് അത് വിജയിപ്പിക്കാൻ എന്നുള്ളത് ചെയ്യാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവും. അധികം ദീർഘിപ്പിക്കില്ല, കാരണം ഇന്ന് മന്ത്രിയാണ് സാധ്യത തിരക്കുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അതേപോലെ തന്നെ ദീനദയ സേവാ ട്രസ്റ്റ് എല്ലാവിധ ആശംസകളും. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രീത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. MN അംബുജാക്ഷിയമ്മ, TN രാധാകൃഷ്ണൻ, KP ജഗദീഷ് ചന്ദ്ര, PR സുന്ദരരാജൻ, സിനി സജി, ദീനദയ സേവാ ട്രസ്റ്റ് ട്രഷറർ TG പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അധിക വരുമാനവും മൈക്രോ സംരംഭങ്ങളും എന്ന വിഷയത്തിൽ തൊടുപുഴ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ജ്യോതി ലക്ഷ്മി ക്ലാസ് നയിച്ചു. സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി MN അംബുജാക്ഷി അമ്മയെയും സെക്രട്ടറിയായി പ്രീത പ്രദീപിനെയും ട്രഷററായി സിനി സജിയെയും തിരഞ്ഞെടുത്തു.
നെൽ കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സമിതികൾക്ക് കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ യന്ത്രങ്ങൾ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കോടിക്കുളം പാടശേഖര സമിതി, കുറിച്ചിപ്പാടം നെൽ കർഷക സമിതികൾക്ക് പവർ ടില്ലറുകളും, അഞ്ചിരി പാടശേഖര സമിതി, കോട്ടപ്പാടം പാടശേഖര സമിതികൾക്ക് പവർ സ്പ്രെയറുകളുമാണ് നൽകിയത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സമിതികൾക്ക് കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തു. 2026-27 വർഷത്തിലും ബ്ലോക്ക് പരിധിയിലെ പാടശേഖര സമിതികൾക്ക് നെല്ലുൽപാദനത്തിനായി കൂടുതൽ യന്ത്രങ്ങൾ വിതരണം നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ യന്ത്രങ്ങൾ കൈമാറി. 2005-2010 കാലഘട്ടത്തിൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പർ വൈസ് പ്രസിഡന്റായിരുന്നു. അന്ന് കുര്യൻ സാറ് പ്രസിഡന്റായിരുന്നു. അന്ന് കോടിക്കുളം പാടശേഖര സമിതിക്കും അതുപോലെ തന്നെ വെൺമറ്റം പാടശേഖര സമിതിക്കും ഒരു ടില്ലറ്, കൊയ്ത്ത് മെഷീൻ, അതുപോലെ മെതിയന്ത്രം, ഇത്രയും മെഷീനറീസ് കൊടുത്തു. ഇപ്പോൾ കൊയ്ത്ത് യന്ത്രവും അതുപോലെ ടില്ലറും വെൺമറ്റം പാടശേഖര സമിതിയുടെ ഇവിടെ ഉണ്ട്, അത് പ്രവർത്തനരഹിതമാണ്. പക്ഷേ മെതിയന്ത്രം എൻ്റെ ഷെട്ടിൽ കിടക്കുന്നതുകൊണ്ട് സുരക്ഷിതമായിട്ട് കിടക്കുന്നു. ഇപ്പോഴും മെതിക്ക് ആർക്കെടുത്തുകൊണ്ട് പോയി ആ കൊയ്യുന്ന മെഷീൻ എടുത്ത് പോയി പല ഇടത്തുനിന്നും കടവൂർ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ആ മെഷീൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ പാടശേഖര സമിതിക്ക് ഇപ്പം മെഷീനറീസ് തരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും അത് സുരക്ഷിതമായി ഉപയോഗിക്കേണ്ട പാടശേഖര സമിതികളാണ്. 2025-26 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കുളം പാടശേഖര സമിതി, കുറിച്ചിപ്പാടം നെൽ കർഷക സമിതികൾക്ക് പവർ ടില്ലറുകളും, അഞ്ചിരി പാടശേഖര സമിതി, കോട്ടപ്പാടം പാടശേഖര സമിതികൾക്ക് പവർ സ്പ്രേയറുകളുമാണ് കൈമാറിയത്. ചടങ്ങിൽ കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ, വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അജയ്കുമാർ, കുടയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജു ഓടക്കൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സണ്ണി കളപ്പുരയ്ക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജൈനമ ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ബ്ലോക്ക് അംഗങ്ങളായ രവി കെ, അഖിലേഷ് ദാമോദരൻ, നിഷ എൽദോസ്, ജസ്റ്റി സാബു, ഷേർലി ജോസുകുട്ടി, സുജ ചന്ദ്രശേഖരൻ, ജാൻസി മാത്യു, ലാലു ജോസഫ്, മാത്യു കെ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഗസ്റ്റിൻ കല്ലിടുക്കിൽ, കൃഷി ഓഫീസർമാർ, കോടിക്കുളം, കുറിച്ചിപ്പാടം, അഞ്ചിരി, കോട്ടപ്പാടം പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷി മറിയാമ്മ ജോർജ് സ്വാഗതവും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ AJ അജയ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ അവതരിപ്പിച്ചു. 46.29 കോടി രൂപയുടെ വരവും 44.91 കോടി രൂപയുടെ ചെലവും 1.38 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി മുൻപാകെ അവതരിപ്പിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ബജറ്റിൽ സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തൊഴിൽ മേഖലയുടെ പുരോഗതിക്കായി തൊഴിലുറപ്പ് പദ്ധതിയിൽ 23.60 കോടി രൂപയുടെ ലഭ്യത ഉറപ്പുവരുത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ അവതരിപ്പിച്ചു. 46.29 കോടി രൂപയുടെ വരവും 44.91 കോടി രൂപയുടെ ചെലവും 1.38 കോടി രൂപ മിച്ചവും വരുന്ന വരവ് ചെലവ് കണക്കാണ് അവതരിപ്പിച്ചത്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് നിങ്ങളെ ഏവരുടെയും അനുമതിയോടെ അവതരിപ്പിക്കട്ടെ. അധികാര വികേന്ദ്രീകരണത്തിന് അടിയുറച്ച് പ്രാദേശിക സർക്കാരുകളുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റത്തിന് അവരുടെ സാമ്പത്തിക ആസൂത്രണം അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ്. അടുത്ത ഒരു വർഷ കാലയളവിലെ പ്രതീക്ഷിത വരവുകളും ചിലവുകളും വിശദമായി പ്രതിപാദിക്കുന്ന കണക്കുകൾ ഇതോടൊപ്പം ഉണ്ട്. നിങ്ങളെ ഏവരുടെയും വിശദമായി പരിഗണനയ്ക്ക് ചർച്ചകൾക്കും കൂടിക്കാര്യത്തിനുമായി ഈ ബജറ്റ് സമർപ്പിക്കുന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഈ വാർഷിക ബജറ്റിൽ സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണമാണ് ലക്ഷ്യം വെക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സമ്പൂർണ്ണ പാർപ്പിട ലഭ്യത ബജറ്റിൽ ലക്ഷ്യം വെക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കുന്നതിനായി പാർപ്പിട മേഖലയ്ക്ക് 1.6 കോടി രൂപ അടുത്ത വർഷത്തേക്ക് വകയിരുത്തി. ഗ്രാമ, ജില്ലാ പഞ്ചായത്ത് വിഹിതം എന്നിവ ചേർത്ത് 12 കോടി രൂപയുടെ അധിക വിനിയോഗവും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു. ആരോഗ്യ മേഖലയിൽ ഇളന്തേശം കുടുംബാരോഗ്യ കേന്ദ്രം ജനസൗഹാർദ്ദ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുക എന്നതിന് ബജറ്റിൽ ഊന്നൽ നൽകുന്നു. ഇളന്തേശം ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും
തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിന് കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അജയകുമാർ, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു ഓടയ്ക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി കളപ്പുരിക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ ജൈനമ്മ ജോസ്, മെമ്പർമാരായ ഷേർലി ജോസുകുട്ടി, അഖിലേഷ് ദാമോദരൻ, നിഷ എൽദോസ്, ജാൻസി മാത്യു, ലാലു ജോസഫ്, ജെസി സാബു, കെ രവി, സുജാ ചന്ദ്രശേഖരൻ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി AJ അജയ് സംസാരിക്കുകയും ഹെഡ് അക്കൗണ്ടന്റ് CA അബ്ദുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇളന്തേശം. കേരള സംസ്ഥാന ടൈലേഴ്സ് അസോസിയേഷൻ 38ാം ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NM തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന പ്രസിഡന്റ് C സുദർശനൻ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 38ാമത് ജില്ലാ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. പതാക ഉയർത്തലിന് ശേഷം നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. സംസ്ഥാന തലത്തിൽ ഒരാൾ ജില്ലയിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്നും പ്രവർത്തിക്കുന്നത് തികഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച KM ദേവരാജൻ, വെൽഫെയർ കാർഡ് ജില്ലാ പ്രസിഡന്റ് NM തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന പ്രസിഡന്റ് C സുദർശനൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി KN ദേവരാജൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി PV ജോർജ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ PK മുരളീധരൻ കണക്കും അവതരിപ്പിച്ചു. ESI ചികിത്സാ പദ്ധതിയിൽ തയ്യൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുക, തയ്യൽ തൊഴിലാളികളുടെ വിധവകൾക്ക് വിധവാ പെൻഷനും ക്ഷേമനിധി പെൻഷനും നൽകുക, ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി AG ശിവരാമൻ ചെട്ടിയാർ, സെക്രട്ടറിയായി NM തങ്കച്ചൻ, ട്രഷററായി PK മുരളീധരൻ എന്നിവരടങ്ങിയ 23 അംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. KSTA മുതിർന്ന അംഗങ്ങളായ AV സെബാസ്റ്റ്യൻ, ഇന്ദിരാദേവി എന്നിവരെയും +2-ന് ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും സമ്മേളനത്തിൽ വെച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ജില്ലയിലെ 5 താലൂക്കുകളിൽ നിന്നായി 120ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. സ്വർണത്തിന് വില കുതിച്ചുയരുമ്പോൾ കനകാഭരണങ്ങളെ വെല്ലുന്ന പഞ്ചലോഹാഭരണങ്ങളുടെ കമനീയ കലവറ ഒരുക്കി ലോഹ് ഓറ പഞ്ചലോഹ ജ്വല്ലറി തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ ആക്സിസ് ബാങ്കിന് സമീപമാണ് ലോഹ് ഓറ പഞ്ചലോഹ ജ്വല്ലറി ആരംഭിച്ചിരിക്കുന്നത്. സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം, ഇരുമ്പ് എന്നീ 5 ലോഹങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന പരമ്പരാഗത ആഭരണങ്ങളാണ് പഞ്ചലോഹ ആഭരണങ്ങൾ. ഇവ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചെമ്പും മറ്റു ലോഹങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിന് നല്ലതാണെന്നും വിശ്വസിക്കുന്നു. ജ്യോതിഷപരമായും നെഗറ്റീവ് ഊർജത്തെ അകറ്റാനും ഉപയോഗിക്കുന്ന പഞ്ചലോഹ ആഭരണങ്ങളുടെ വൈവിധ്യ കളക്ഷൻ ഒരുക്കി ലോഹ് ഓറ പഞ്ചലോഹ ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ ആക്സിസ് ബാങ്കിന് സമീപം ആരംഭിച്ച ലോഹ് ഓറയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി നിർവഹിച്ചു. റിങ്കുമോൾ സെബാസ്റ്റ്യൻ സന്നിഹിതയായിരുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായ ആമയുടെ രൂപത്തിലുള്ള ആമമോതിരം ധരിക്കുന്നതിലൂടെ ദീർഘായുസ്സും സാമ്പത്തിക അഭിവൃദ്ധിയും രോഗമുക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഹിന്ദു വിശ്വാസപ്രകാരം ലക്ഷ്മി ദേവിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ടാണ് ആമമോതിരത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നത്. ആമമോതിരവും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനും ഭാഗ്യം, ആരോഗ്യം, സമൃദ്ധി എന്നിവ വർദ്ധിപ്പിക്കാനും ധരിക്കുന്ന 9 രത്നങ്ങൾ ചേർന്ന നവരത്ന മോതിരവും ലോഹ് ഓറയിൽ ലഭ്യമാണ്. കൂടാതെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച എല്ലാവിധ ആഭരണങ്ങളും ലഭിക്കുമെന്നും മോതിരത്തിൽ പേരെഴുതി നൽകുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു.
കേസിൽപ്പെട്ട ഭൂമിയിലെ മരങ്ങൾ വെട്ടിനീക്കാൻ ശ്രമം നടക്കുന്നതായി പരാതി. റബ്ബർ കൃഷി ഒഴിച്ച് മറ്റ് എല്ലാ പ്രവൃത്തികളും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. ഇതിനെതിരെ വെള്ളിയാമറ്റം ഭഗവതി ദേവസ്വം കാഞ്ഞാർ പോലീസിൽ പരാതി നൽകി. വെള്ളിയാമറ്റം ഭഗവതി ദേവസ്വം കാരിക്കോട് റബ്ബേഴ്സ് എന്ന കമ്പനിയുമായി കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ഉൾപ്പെട്ട ഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റുവാൻ ശ്രമം നടക്കുന്നതായി പരാതി. റബ്ബർ കൃഷി ഒഴിച്ച് മറ്റെല്ലാ പ്രവർത്തികളും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള ശ്രമം നടക്കുന്നത്. ഇതിനെതിരെ വെള്ളിയാമറ്റം ഭഗവതി ദേവസ്വം കാഞ്ഞാർ പോലീസിൽ പരാതി നൽകി. വെള്ളിയാമറ്റം ഭഗവതി ദേവസ്വത്തിന് 1464 ഏക്കർ സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നു. ഈ സ്ഥലം 1906 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിരുന്നു. പിന്നീട് ഈ പാട്ടവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പറവൂർ ജില്ലാ കോടതിയിൽ കേസുണ്ടാവുകയും ഇതിനെ തുടർന്ന് കാരിക്കോട് റബ്ബേഴ്സിന് ഈ ഭൂമി ലഭിക്കുകയും ചെയ്തു. 2005 ഈ പാട്ടത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ഇവ ഒഴിവായി തരണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം കേസ് കൊടുത്തിരുന്നത്. ഈ കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് മരം മുറിക്കുവാനുള്ള ശ്രമം നടക്കുന്നത്. ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. 1464 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്ന വെള്ളിയാമറ്റം ഭഗവതി ക്ഷേത്രം ഇന്ന് വെള്ളിയാമറ്റം ഭഗവതി ക്ഷേത്രത്തിനുള്ളത് 1 ഏക്കർ 40 സെന്റ് സ്ഥലമാണ്. ഈ വസ്തുക്കൾ 1906 RD ഫെൻറ്റൻ എന്ന യൂറോപ്യൻ സാഹിബിന് 99 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുകയും തുടർന്ന് പറവൂർ ജില്ലാ കോടതിയിൽ നടന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും 570 ഏക്കർ സ്ഥലം പഴയ പാട്ട വ്യവസ്ഥകളനുസരിച്ച് പുതുക്കിയ പാട്ട നിരക്കുകളും വ്യവസ്ഥകളും അനുസരിച്ച് കാരിക്കോട് റബ്ബേഴ്സിന് പാട്ടത്തിന് നൽകുകയാണ് ഉണ്ടായത്. 2005 പാട്ട കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വെള്ളിയാമറ്റം ഭഗവതി ദേവസ്വം സ്ഥലം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരിക്കോട് റബ്ബേഴ്സിനെതിരെ പരാതി കൊടുക്കുകയും കോടതിയിൽ പരാതി കൊടുക്കുകയും സബ് കോടതിയിലും ജില്ലാ കോടതിയിലും ദേവസ്വത്തിനെതിരായി വിധിയുണ്ടായതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി RSA 256/2020 എന്ന നമ്പരായി കേസ് വിചാരണയിലിരുന്നു വരുന്നതുമാണ്. ഈ കേസിൽ IA 1/2021 എന്ന നമ്പരായി ഒരു നിരോധന ഉത്തരവ് നിലവിൽ വരികയും ഈ കേസിൽപ്പെട്ട കാരിക്കോട് റബ്ബേഴ്സിന് പാട്ടത്തിന് കൊടുത്തിരുന്ന വസ്തുവകകളിൽ നിന്നും റബ്ബർ റീപ്ലാന്റ് ചെയ്യുകയല്ലാതെ മറ്റ് യാതൊരു പ്രവൃത്തികളും ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കാരിക്കോട് റബ്ബേഴ്സിൻ്റെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയിൽ ധാരാളമായി മരങ്ങൾ വെട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ പോലീസിനെ സമീപിക്കാൻ ഇരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ മാനിക്കാതെ മരങ്ങൾ വെട്ടിമാറ്റുന്ന ഈ പ്രവൃത്തി ശക്തമായ പ്രതിഷേധമാണ് ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ നടപടികളും നിയമ നടപടികളും ദേവസ്വം കമ്മിറ്റി ഇതിനെതിരെ നടത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. ദീപിക ദിനപത്രം 139 വാർഷികവും നവീകരിച്ച മൂവാറ്റുപുഴയിലെ സബ് ഓഫീസ് ഉദ്ഘാടനവും എക്സലൻസ് അവാർഡ് വിതരണവും മാർച്ച് 1 നടക്കും. നവീകരിച്ച ഓഫീസിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ശനിയാഴ്ച നിർവഹിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തും. ദീപിക ദിനപത്രം 139 വാർഷികവും നവീകരിച്ച മൂവാറ്റുപുഴയിലെ സബ് ഓഫീസ് ഉദ്ഘാടനവും എക്സലൻസ് അവാർഡ് വിതരണവും മാർച്ച് 1 നടക്കും. നവീകരിച്ച ഓഫീസിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ശനിയാഴ്ച നിർവഹിച്ചു. നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മൂവാറ്റുപുഴ ബിഷപ്പ് റവറൻ ഡോക്ടർ യൂഹാനോൻ മാർ തെയോഡോഷ്യസ് അധ്യക്ഷത വഹിക്കും. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തും. മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, K ഫ്രാൻസിസ് ജോർജ് MP, ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA, റവറൻ ഡോക്ടർ തോമസ് പോത്തനമുഴി, ലോറൻസ് ഏനാനിക്കൽ, ഡിഗോൾ കോറമ്പേൽ, ജോയ്സ് മേരി ആന്റണി, ഫാദർ ജോസഫ് കൊളുത്തുവള്ളി, റവറൻ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, ഷിബു തെക്കുംപുറം തുടങ്ങിയവർ പ്രസംഗിക്കും. DFC കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം സ്വാഗതവും ഫാദർ ജിനോ പുന്നമറ്റത്തിൽ നന്ദിയും പറയും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച KP കുര്യാക്കോസ്, വിൻസെന്റ് ജോസഫ്, ജോയി നടുക്കുടി തുടങ്ങിയവർക്ക് എക്സലൻസ് അവാർഡുകൾ നൽകി ആദരിക്കും. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ.
കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രക്കടവിൽ ആറാട്ട് നടന്നു. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് 8 ദിവസം നീണ്ടുനിന്ന ആറാട്ട് ഉത്സവത്തിന് എത്തിച്ചേർന്നത്. അമ്പലം കവലയിൽ NSS കരയോഗം വക സ്വീകരണവും ഒരുക്കിയിരുന്നു. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മണക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ. 2020 ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഇടവെട്ടി പമ്പ് ഭാഗത്ത് വെച്ച് 1.980 കിലോഗ്രാം കഞ്ചാവുമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. ആലക്കോട് ചവർണ ഭാഗത്ത് താമസിക്കുന്ന നെല്ലിക്കുന്നേൽ ചൊക്ലി എന്ന് വിളിക്കുന്ന 36 വയസ്സുള്ള ഷാമോനാണ് പ്രതി. 3 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി കഠിന തടവിനുമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. തൊടുപുഴ NDPS കോടതി ജഡ്ജ് ഡോക്ടർ PK ജയകൃഷ്ണനാണ് വിധി പ്രസ്താവിച്ചത്. തൊടുപുഴ SI ആയിരുന്ന ബൈജു P ബാബുവും സംഘവും ചേർന്ന് കണ്ടുപിടിച്ച കേസാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തൊടുപുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിന്റെയും വിജിലൻസ് റേഞ്ച് ഓഫീസ് മന്ദിരത്തിന്റെയും ക്വാർട്ടേഴ്സുകളുടെയും ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിന് വേണ്ടി ടാറ്റ ടി കമ്പനി അനുവദിച്ച സ്ഥലം KCIക്ക് കൈമാറാനുള്ള കായിക വകുപ്പിന്റെ നീക്കം തടയുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്. ഇടുക്കി ജില്ലയിലെ റോഡുകൾ മികച്ച നിലവാരമുള്ളവയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളയാങ്കുടി കക്കാട്ടുകട റോഡ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി. തൊടുപുഴയിൽ നടന്ന വാർഷിക പൊതുയോഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ അവതരിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.